നമസ്കാരം. എൽസ്റ്റേഡ് ബുഫിയർ എന്ന വിചിത്രനായ പച്ചമനുഷ്യന്റെ കഥയാണ് ദ മാൻ ഹൂ പ്ലാന്റഡ് ട്രീസ്. ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ മനസ്സിൽ വേരോടി വളർന്ന ഫ്രഞ്ച് എഴുത്തുകാരൻ ജീൻ ഗിയാനയുടെ പുസ്തകം പ്രത്യാശയുടെ സുവിശേഷമാണ് വിളംബരം ചെയ്യുന്നത്. ലോകത്തെ ഹരിതവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരു കൈപുസ്തകം പോലെ പ്രചോദനം പകരാൻ ജീൻ ഗിയാനയുടെ ആഖ്യാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കഴിയുന്നുമുണ്ട്. കഥയിലെ ആഖ്യാതാവ് അപരിചിതമായ മലമുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പടമുളയായ കർപ്പൂരവള്ളികളൊഴിച്ച് ഒന്നുമില്ലാത്ത നിറം കെട്ട സ്ഥലം. അയാൾ വിജനമായ ഒരു അപാരതയുടെ മധ്യത്തിലായി എത്തിപ്പെടുന്നു. കയ്യിൽ തുള്ളി വെള്ളം പോലുമില്ല. മണിക്കൂറുകൾ നടന്നിട്ടും വെള്ളം കണ്ടെത്താനായില്ല. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു നടക്കുമ്പോൾ ഒരു നിഴൽ കണ്ണിൽ പെടുന്നു. 30 ആടുകളുമായി ഒരു ആട്ടിടയൻ. അത് അയാളായിരുന്നു, എൽസിയാഡ് ബുഫിയർ. ബുഫിയർ അയാൾക്ക് വെള്ളം നൽകുകയും വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു വീടായിരുന്നു അത്. ആ രാത്രി മുതൽ കഥയിലെ ആഖ്യാതാവായ ഞാൻ എൽസിയാഡ് ബുഫിയറിന്റെ ജീവിതത്തെ പിന്തുടരുകയാണ്. വല്ലാത്തൊരു നിഷ്കളങ്കതയുണ്ടായിരുന്നു അയാളുടെ ജീവിതത്തിന്. മകനും ഭാര്യയും മരിച്ചുപോയതോടെ അയാൾ ജീവിതത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയിരുന്നു. ഉറങ്ങും മുമ്പ് ബുഫിയർ ഓക്കുവിത്തുകളുടെ സൂക്ഷ്മമായി തിരഞ്ഞെടുക്കുന്നത് സൂക്ഷിച്ചു. പിറ്റേന്ന് ബൊഫിയറെ അയാൾ അറിയാതെ പിന്തുടരുകയാണ് കഥയിലെ ഞാൻ. എന്നാൽ ഇടയ്ക്ക് വെച്ച് ബൊഫിയർ അയാളെ കാണുകയും ഒന്നും ചെയ്യാനില്ലെങ്കിൽ താനിക്കൊപ്പം ചേരാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. അയാൾ മലമേട്ടിൽ കുഴിയുണ്ടാക്കി ഓക്കുവിത്തുകൾ കുഴിച്ചിടുന്നു. ഗിയാനോ എഴുതുന്നത് നോക്കുക. ഈ സ്ഥലം നിങ്ങളുടേതാണോ? ഞാൻ ചോദിച്ചു. അല്ലെന്നായിരുന്നു മറുപടി. ആരുടേതാണെന്ന് അയാൾക്കറിയില്ലായിരുന്നു. പൊതുസ്വത്താകാം, ചിലപ്പോൾ സ്വന്തം സ്ഥലത്ത് തിരിഞ്ഞു നോക്കാത്ത ആരെയെങ്കിലും ആയിരിക്കാം. ആരുടേതെന്നറിയാൻ അയാൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. 100 ഓക്കുവിത്തുകളും അയാൾ അതിശ്രദ്ധയോടെ കുഴിച്ചിട്ടു. 30 വർഷത്തിനുള്ളിൽ ബൊഫിയർ നട്ട 10,000 ഓക്കുമരങ്ങളും വലുതായി അതിമനോഹരമാവുമെന്ന് പറയുമ്പോഴും അയാൾ വിനീതനാകുന്നു. ദൈവം ആയുസ് നൽകുകയാണെങ്കിൽ 30 വർഷത്തിനുള്ളിൽ ഇതിനേക്കാൾ ഏറെ മരങ്ങൾ തനിക്ക് നടാൻ കഴിഞ്ഞേക്കുമെന്നും അതിൽ കടലിൽ ഒരു തുള്ളിക്ക് തുല്യമാകും ഈ 10,000 മരങ്ങളെന്നുമായിരുന്നു ബൊഫിയറുടെ മറുപടി. 1-ാം ലോക മഹായുദ്ധം തൊട്ടടുത്ത വർഷമുണ്ടായി. കഥയിലെ ഞാൻ അതിൽ കുടുങ്ങി. കാലാൾപ്പടയിലെ പട്ടാരക്കാരന് മരങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ എവിടെയാണ് സമയമെന്നാണ് അയാൾ ചോദിക്കുന്നത്. 5 കൊല്ലത്തിന് ശേഷം ശുദ്ധവായു ശ്വസിക്കണമെന്ന ആഗ്രഹവുമായി അയാൾ അവിടേക്ക് മടങ്ങിയെത്തുന്നു. എൽസിയാഡ് ബുഫിയർ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് അയാൾ കരുതുന്നത്. എന്നാൽ ബുഫിയർ അവിടെ ഉണ്ടായിരുന്നു, 4 ആടുകളും 100 തേനീച്ചക്കൂടുകളുമായി. അയാൾ അപ്പോഴും മരങ്ങൾ നട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. നിശബ്ദരായ അവർ അയാൾ ഉണ്ടാക്കിയ കാട്ടിലൂടെ നടന്നു. 3 11 കിലോമീറ്ററോളം നീളമുണ്ടായിരുന്നു ആ കാടിന്. പിന്നീട് അയാൾ സുഹൃത്തായ ഫോറസ്റ്ററൊപ്പം ബുഫിയറിനെ സന്ദർശിച്ചു. 1945-ലാണ് ബുഫിയറെ അയാൾ അവസാനമായി കണ്ടത്. അപ്പോൾ 87 വയസ്സുണ്ടായിരുന്നു ആ പച്ച മനുഷ്യന്. ആ വരണ്ട പ്രദേശം അടിമുടി മാറിയിരുന്നു. പച്ചപ്പ് അവിടെ മാകെ നിറഞ്ഞിരുന്നു. ജീർണത സ്ഥലം വിട്ടിരുന്നു. പ്രതീക്ഷ അവിടെ താമസം തുടങ്ങിയിരുന്നു. ഒരു അനാഥ ശുശ്രൂഷ കേന്ദ്രത്തിൽ വെച്ച് എൽസിയാഡ് ബുഫിയർ ശാന്തമായി മരിക്കുന്നതോടെ നോവൽ അവസാനിക്കുന്നു.